ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള നല്ലൊരു ബോഡി ലോഷന് എന്തായാലും ഒരു 300-400 രൂപയെങ്കിലും വിലയാകും. ഒരു ബോഡി ലോഷൻ എന്ന് പറയുന്നത് വളരെയധികം ആവശ്യവുമാണ്. പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് ശേഷം ശരീരം വല്ലാതെ വരണ്ടു പോവുകയും ചുളിവുകൾ വീഴുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൽ ഒരു മോയ്സ്ചർ നിലനിർത്തേണ്ടത് വളരെയധികം ആവശ്യമാണ്. എന്നാൽ ഇത്തരം ബോഡി ലോഷൻ്റെയൊക്കെ തീ പിടിച്ചിട്ടുള്ള വില ഇതൊക്കെ വാങ്ങാൻ നമ്മളെ മടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അധിക ചിലവുകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അതും 100 രൂപയ്ക്ക് അകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ബോഡി ലോഷൻ തയ്യാറാക്കിയാലോ? എന്തു പറയുന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബോഡി ലോഷൻ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ ആദ്യം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ ശരീരവും സംരക്ഷിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ മുഖസംരക്ഷണത്തിന് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ ശരീരമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് ശേഷം സ്കിൻ സെൽ ടേൺ ഓവർ കുറയുന്നു. അതിനാൽ പഴയ സെല്ലുകൾ പുറത്തേക്ക് തള്ളി പുതിയവ ഉണ്ടാകുന്നത് വൈകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ മങ്ങിപ്പോകുന്നതായിട്ടും തിളക്കം നഷ്ടപ്പെടുന്നതായിട്ടും നമുക്ക് തോന്നാം. അതുപോലെ തന്നെ സെബം പ്രൊഡക്ഷൻ കുറയുന്നതിനാൽ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഈർപ്പം കുറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളുടെ ഈ ഭാഗങ്ങൾ, അതേപോലെ കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, ഈ ഭാഗങ്ങളിലേക്ക് സ്കിന്ന് വളരെയധികം ഡ്രൈ ആയി പോവുകയും വളരെയധികം കട്ടിയാവുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ തടയാനായിട്ട് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ മോയ്സ്ചർ കൊടുക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. കാരണം പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിൻ്റെ സർഫസ്, ഉപരിതലമൊക്കെ വളരെയധികം റഫാവുകയും ഡ്രൈ ആവുകയും പഴയൊരു സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ മാറാനായിട്ട് വളരെ പെട്ടെന്ന് ഒരു ബോഡി ലോഷൻ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ബോഡി ലോഷൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് പാലാണ്. നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഒന്നാണ് അല്ലേ? ഇനി അഥവാ ഇല്ല എങ്കിൽ മിൽമയുടെ 1 കവർ പാല് വാങ്ങുക. എത്ര രൂപയാകും? 28 രൂപയാകും. ഈ പാലെന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒന്നാണ്. ഇത് ലാക്റ്റിക് ആസിഡാണ്. ഇത് ഫൈൻ ലൈൻസ് കുറയ്ക്കുന്നതിനും മോയ്സ്ചർ നിലനിർത്തുന്നതിനും ഡ്രൈനെസ് കുറയ്ക്കുന്നതിനുമൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. സോ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് പാലാണ്. രണ്ടാമതായി നമുക്ക് ആവശ്യം കുറച്ച് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തുണ്ടാകുന്ന ചുളിവുകളും വരകളുമൊക്കെ കുറച്ച് സ്കിന്നിനെ ഈർപ്പത്തോടെ നിലനിർത്താനായിട്ട് ഈ കോക്കനട്ട് ഓയിൽ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ടാമതായിട്ട് ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പാല് ക്ലീനായിട്ടുള്ള ഒരു പാനിലേക്ക് ഒഴിക്കുക. അതിനുശേഷം 1 കപ്പ് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. രണ്ടും ഈക്വൽ എമൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ചെറിയ ബബിൾസ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഇത് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറേ കഴിയുമ്പോഴേക്കും ഇതുപോലെ വെളിച്ചെണ്ണ പാലിൽ നിന്നും വേർപെടാനായിട്ട് തുടങ്ങും. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാൽ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇതേപോലെ ഒരു ടെക്സ്ചറിലേക്ക് പാല് എത്തിച്ചേരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. എണ്ണയുടെ അടിയിൽ ഈ പാലിങ്ങനെ കട്ടിയായിട്ട് വന്നടിഞ്ഞു കിടക്കും. അപ്പോൾ നമ്മൾ അതെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ അത് ഒരു വെള്ളം പോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ താഴെ ആ ക്രീം വന്നടിയും. ആ ക്രീം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
അപ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ലഭിക്കുന്നതാണ്. ദേ കണ്ടോ, ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ ബോഡി ലോഷൻ ലഭിക്കുന്നതാണ്. ഇത് നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി നമുക്ക് 1 മാസം വരെയൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഇതിന് കുറച്ച് ഫ്രാഗ്രൻസ് കിട്ടുന്നതിനായിട്ട് ഏതെങ്കിലും എസൻഷ്യൽ ഓയിലും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ ഒന്നും തന്നെ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്കിന്നിന് നല്ലൊരു മോയ്സ്ചർ തരുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ബോഡി ലോഷൻ നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ബോഡി ലോഷൻ. ഇനി കാശ് കൊടുത്ത് വലിയ വില കൊടുത്ത് ബോഡി ലോഷൻ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇതുപോലെ ഒരു ബോഡി ലോഷൻ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ എന്തിനാണ് നമ്മൾ വില കൂടിയ പ്രോഡക്റ്റുകളുടെ പിറകെ പോകുന്നത്, അല്ലേ? 100% നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. വല്ലാണ്ട് വരണ്ടുപോയ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ തരാനായിട്ടും അതേപോലെ തന്നെ ഒരു തിളക്കം തരാനായിട്ടും സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ബോഡി ലോഷനാണിത്. അപ്പോൾ വില കൂടിയ പല പ്രോഡക്റ്റുകളും ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വലിയ ചിലവുകളൊന്നും തന്നെ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലും പേടിയുടെയും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.